കഴിഞ്ഞ ദിവസം ISRO യുവിക 2025 സെലക്ഷൻ ലിസ്റ്റ് വന്നപ്പോൾ ഓൾ കേരള 12 പേർക്ക് മാത്രമാണ് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓൾ ഓവർ ഇന്ത്യ 350 പേർക്കാണ് ലക്ഷക്കണക്കിന് ആളുകൾ അപ്ലൈ ചെയ്തതിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഹാപ്പി ന്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും എക്സാം ബൈ ലേണിംഗിന്റെ ഫൗണ്ടേഷൻ കോഴ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഈ വർഷവും സെലക്ഷൻ കിട്ടി എന്നുള്ളതാണ്. സോ നമ്മുടെ 2 സ്റ്റുഡൻസിന് ഫാത്തിമ AP അതുപോലെ മുഹമ്മദ് ഹാദിയും ഈ വർഷം ISROയിലോട്ട് എക്സാം ബൈ ലേണിംഗിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓൾ ഓവർ ഇന്ത്യ ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് 350 പേരെ സെലക്ട് ചെയ്ത ഒരു പ്രോഗ്രാം, ഓൾ ഓവർ കേരള 12 പേരെ സെലക്ട് ചെയ്ത ഒരു പ്രോഗ്രാം, അതിലോട്ടാണ് ഇവർ പോകുന്നത്. കഴിഞ്ഞൊരു 3 വർഷത്തിനകത്ത് നമ്മുടെ എക്സാം ബൈ ലേണിംഗ് ഈ ഒരു കാര്യം ISRO യുവിക എന്ന് പറയുന്ന ഒരു ക്യാമ്പ് നന്നായിട്ട് സ്റ്റുഡൻസിനോട് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിന്റെ മുഴുവൻ കാര്യങ്ങളിലും ഗൈഡൻസ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഈ ഒരു 3 വർഷത്തിനകത്ത് 8 സ്റ്റുഡൻസ് ആണ് എക്സാം ബൈ ലേണിംഗിൽ നിന്ന് ISROയിലോട്ട് ഈ ഒരു പ്രോഗ്രാമിലോട്ട് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത്. സോ ഇതിലും വലിയൊരു ഹാപ്പി ന്യൂസ് നമുക്ക് എന്താണുള്ളത്? കാരണം നമ്മുടെ സ്റ്റുഡൻസ് അവർ ഡ്രീം കാണുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ട്, സ്ഥാപനങ്ങളിലോട്ട് അവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പോകാനും അവിടെ എക്സ്പീരിയൻസ് ചെയ്യാനും അവിടെ താമസിച്ചുകൊണ്ട് അവിടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഒരു ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിനകത്ത് 6 സ്റ്റുഡൻസോളം നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് എക്സാം ബൈ ലേണിംഗിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിൽ നിന്ന് സെലക്ഷൻ കിട്ടിയിരുന്നു. ഈ വർഷം 2 പേർക്കും കൂടിയായി, അങ്ങനെ ടോട്ടൽ 8 പേരായി. ഈ വർഷം ആകെ 12 പേർക്കാണ് ഈ ഒരു കേരളത്തിൽ നിന്ന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ ഒരു സക്സസ് സ്റ്റോറീസ് ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങൾ സെർച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിൽ പല സ്റ്റുഡൻസുമായിട്ട് എടുത്ത ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. ഇനി പുതിയ സ്റ്റുഡൻസുമായിട്ടുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണാവുന്നതാണ്. അപ്പോൾ അവർ പോയ ശേഷം അവർ അയച്ചുന്ന കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ സ്റ്റുഡൻസ്. അത് കാണുമ്പോൾ നമുക്ക് വളരെ ഹാപ്പിനെസ് ആണ്. കാരണം അവർ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ പോകുന്നു, ഓൾ ഓവർ ഇന്ത്യയിലുള്ള സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നു, അവർക്ക് അവിടെ താമസിച്ചുകൊണ്ട് 2 വീക്സ് അവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് അവർക്കൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് വളരെ ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വർഷമൊക്കെ 9th പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്കും ഈ ISRO യുവിക പോലുള്ള പ്രോഗ്രാമുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്, ഒരിക്കലും മിസ്സാക്കരുത്. അപ്പോൾ എക്സാം ബൈ ലേണിംഗിലുള്ള ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റുഡൻസിന് നമ്മൾ എല്ലായ്പ്പോഴും ഇതിലുള്ള ഗൈഡൻസ് കൊടുക്കാറുണ്ട്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, അതിൻ്റെ മുഴുവൻ പ്രൊസീജിയേഴ്സും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവർക്ക് ഗൈഡൻസ് കൊടുക്കാറുണ്ട്, വെബിനാറുകൾ കണ്ടക്ട് ചെയ്ത് നടത്താറുണ്ട്. അത് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രമല്ല, എവിടെ ഏത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും IISc പോലുള്ള സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, മറ്റ് പല കോമ്പറ്റേറ്റീവ് എക്സാമുകളുണ്ട്. ഇത്തരത്തിലുള്ള മുഴുവൻ ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റുഡൻസിന് കൃത്യമായിട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. കാരണം നമ്മുടെ പർപ്പസ് സ്കൂളിലുള്ള എക്സാമിന് മാർക്ക് വാങ്ങുക എന്നുള്ളത് മാത്രമല്ല. സ്കൂളിൽ എക്സാമിന് മാർക്ക് വാങ്ങുക എന്നുള്ളത് നിങ്ങളൊരു ജസ്റ്റ് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ, നമുക്ക് പുതിയ എക്സ്പീരിയൻസ് കിട്ടണം, എക്സ്പോഷർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലോട്ട് കൂടി നമ്മൾ സെലക്ട് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഒളിമ്പ്യാഡ്സ് പോലെയുള്ള മറ്റ് കോമ്പറ്റീവ് എക്സാമുകളിൽ നമുക്ക് സെലക്ഷൻ കിട്ടണം. അപ്പോഴാണ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ കൃത്യമായുള്ള ഗൈഡൻസ് സ്റ്റുഡൻസ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ എക്സാം ബൈ ലേണിംഗിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, എന്താണ് ഈ ഒരു കോഴ്സിൽ നടക്കുന്നത്, എങ്ങനെയാണ് ഇവിടുത്തെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക, ആരൊക്കെയാണ് ഇവിടെ ക്ലാസ്സുകൾ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ്, നമ്പറും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ബാച്ചുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, ബാക്കിയുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫ്യൂ ഡേയ്സ് കൂടിയാണ് നമ്മൾ ഈ ഒരു ബാച്ചിലോട്ടുള്ള അഡ്മിഷൻസ് ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യും. കാരണം ഒരുപാട് ലേറ്റ് ആയിട്ട് ത്രൂ ഔട്ട് ഇയർ വരുന്ന സ്റ്റുഡൻസിന് ഒരിക്കലും നമ്മൾ അഡ്മിഷൻ കൊടുക്കാറില്ല. ഈ ഒരു ഫ്യൂ മന്ത്സിൽ മാത്രമാണ് അഡ്മിഷൻ സൈക്കിൾ ഉണ്ടാവാറുള്ളത്. അത് കഴിഞ്ഞാൽ ബാച്ച് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യാറുണ്ട്. കാരണം എല്ലാ സ്റ്റുഡൻസിനെയും ഒരു ട്യൂഷൻ എക്സ്പെക്ട് ചെയ്ത് വരുന്ന എല്ലാ സ്റ്റുഡൻസിനെയും അഡ്മിഷൻ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ പോളിസി അല്ല. നല്ല സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡ്രീം ഉണ്ട്, അതിന് വർക്ക് ചെയ്യാൻ, ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്, ഇത്തരത്തിലുള്ള അച്ചീവ്മെന്റ്സ് നേടിയെടുക്കാൻ പണിയെടുക്കാൻ തയ്യാറായ സ്റ്റുഡൻസ് ആണെങ്കിൽ, ഡ്രീമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവരെയാണ് ഞങ്ങൾ ഇവിടെ വിളിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എക്സാം ബൈ ലേണിംഗിന്റെ വാതിലുകൾ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട്. ഓക്കെ, സോ വൺസ് അഗൈൻ നമ്മുടെ ഈ വർഷത്തെ വിന്നേഴ്സിന് ഒരു ഗ്രേറ്റ് കൺഗ്രാറ്റുലേഷൻസ് പറയാണ്. അപ്പോൾ അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ്, വീഡിയോസ്, കാര്യങ്ങളെല്ലാം അപ്കമിംഗ് ഡേയ്സിൽ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഇനി ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതിന്റെ വീഡിയോസും ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസും നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സോ വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് ഫാത്തിമ ആൻഡ് മുഹമ്മദ് ഹാദി. അപ്പോൾ അവരെ പോലെ നിങ്ങൾക്കും അടുത്ത വർഷം ഇതുപോലത്തെ പ്രോഗ്രാംസിൽ കിട്ടട്ടെ, ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു. താങ്ക് യു.